ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് കുഞ്ഞാവമാരൊക്കെ ഉണ്ടായിട്ടുള്ള എല്ലാ അമ്മമാർക്കും അറിയാം. പ്രത്യേകിച്ച് ആദ്യത്തെ വാവയൊക്കെ ആകുമ്പോൾ നമുക്ക് അവരുണ്ടായി കഴിഞ്ഞിട്ട് ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതുപോലെ ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മൾ വലിയ കാര്യമായിട്ട് ആഘോഷിച്ചില്ലെങ്കിലും അവരുടെ ആ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വളരെ സന്തോഷമായിരിക്കും അല്ലേ. അതെങ്ങനെ ആഘോഷിക്കാൻ നമ്മൾ ആലോചിക്കും, അത് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി നോക്കും. പക്ഷെ അധികം സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര കാര്യമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുക ഓരോ പ്രോഗ്രാമിനെ കുറിച്ച് അല്ലേ. അപ്പം അതുപോലെ ഇവ ബേബി ഉണ്ടായിട്ട് ആദ്യത്തെ ഓണമാണ് ഇന്ന്. അത് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഓണത്തിനറിയാലോ, പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല. സദ്യ ഉണ്ടാക്കണം, അത്തപ്പൂക്കളം ഇടണം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ ആരെയും വിളിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇവ ബേബീനെ റെഡിയാക്കണം. നമ്മൾ കുട്ടി മുണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താവുമെന്ന് അറിയില്ല. പക്ഷേ ചെറുതൊന്നും കിട്ടിയില്ല കേട്ടോ, വലുതാണ്. എന്നാലും സാരമില്ല, നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബാക്കി പൂക്കളൊക്കെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇലകളൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം പൂക്കളിടാൻ പോകുന്നത്. വലുതായിട്ട് ഇടാനൊന്നുമില്ല, ചെറുതായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ മമ്മി അത് അടുക്കളയിൽ തകൃതിയായിട്ട് ഓണസദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കണം. ഈ പ്രാവശ്യത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയില കിട്ടാനില്ല. അപ്പം ഓണസദ്യക്ക് വാഴയില ഇട്ടിട്ട് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. മിക്കവാറും ഓണസദ്യ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ കഴിക്കേണ്ടി വരും. പിന്നെ അതുപോലെ കുറേ വിഭവങ്ങളൊന്നുമില്ല, കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ, കുറച്ച് ആളല്ലേ ഉള്ളൂ. അപ്പോൾ എന്തിനാ ഒരുപാട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇവക്കുട്ടൻ്റെ ഫസ്റ്റത്തെ ഓണമാണ്. നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവക്കുട്ടൻ എന്ത് കാണുക? ഇവക്കുട്ടൻ്റെ ആദ്യത്തെ ഓണമല്ലേ ഇത്? ഓണത്തിന് സദ്യ ഉണ്ടാക്കണം നോക്കുവാണോ? നമുക്ക് പായസം പപ്പടവും പഴവും കഴിക്കണ്ടേ? ഉറക്കം വരുന്നുണ്ടോ കണ്ട് കണ്ട്? ഇന്നെന്താ ഓണത്തിനുള്ള പ്രിപ്പറേഷനിലാണോ? ഓണക്കറികൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായി? ഇഞ്ചിത്തീരായി, ഇഞ്ചിപ്പുളി, പിന്നെ കൂട്ടുകറി, മത്തങ്ങ, ചേന, പയർ, മമ്പയർ കൂട്ടുകറി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അരയ്ക്കാനുള്ള പരിപാടി, അരയ്ക്കണം. ബാക്കി പണികളൊക്കെ നടക്കുകയാണല്ലേ തകൃതിയായിട്ട്? എല്ലാവരും നടക്കുന്നുണ്ട്. ഇത് അവിയൽ കൂട്ടുകറിക്കുള്ളത് അരയ്ക്കാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയ പൂട്ടോ. ഇനി ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കണം, എന്നാലേ രാവിലെ പൂക്കളിടാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കുറച്ച് ഇലകളും പൂക്കളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ടാണ് നാളത്തെ നമ്മൾ ഓണം സെറ്റാക്കാൻ പോകുന്നത്. നമ്മുടെ ഇവക്കുട്ടൻ ഓണത്തിന് സെറ്റായിട്ടുണ്ട്. ഇതാണ് ഇവക്കുട്ടൻ്റെ കോസ്റ്റ്യൂം. കുഞ്ഞു മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് സുന്ദരനായിട്ടുണ്ട്. ഇനി നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗൈസ്?
ഇതിലെ വർക്ക് കണ്ട. അങ്ങനെ നമ്മുടെ ഓണസദ്യയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം വിളമ്പാൻ വേണ്ടി പോവുകയാണ്. ഓരോന്ന് എന്തൊക്കെയാന്ന് നമുക്ക് കാണാം. നമ്മുടെ ചെക്കന് ഇതോടെ കഴിക്കാൻ പറ്റില്ലെങ്കിലും കഴിക്കാൻ വേണ്ടി റെഡി. ഓണം ഹാപ്പി ഓണം യുവക്കുട്ട. ഇതാ അമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാരും റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് ഇത് എന്തൊക്കെയാ? പച്ചടി, ചോറുണ്ട്, പപ്പടം, പഴം, പായസം, സാമ്പാറ്, ബീട്രൂട്ട് പച്ചടിയാ. ഇത് മോര് കറി, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, അച്ചാറ്, ജിഞ്ചർ അച്ചാർ. ഇത് കൂട്ടുകറിയല്ലേ? കൂട്ടുകറി ഉണ്ട്, പിന്നെ അവിയലുണ്ട്, ക്യാരറ്റ് തോരനുണ്ട്, കണ്ണിമാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറ്, ഇഞ്ചിപ്പുളി, ബീട്രൂട്ട് തോരൻ. ഇത് എന്താ പായസം തന്നെയല്ലേ? വെള്ളം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടത്തെ ഓണസദ്യന്റെ വിഭവങ്ങള്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം നേരുന്നു. എല്ലാരും ഓണസദ്യ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളും കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മുടെ ഓണപ്പൂക്കളം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഓണപ്പൂക്കളം. തന്നെ ഓണസദ്യ എങ്ങനെയുണ്ട്? രസമുണ്ടോ? എങ്ങനെയുണ്ട് മമ്മി സദ്യ? സ്വന്തം ഉണ്ടാക്കിയിട്ട് സ്വന്തം പറയാം. സദ്യ കഴിക്കുന്നല്ലേ? അമ്മേന്റെ ഒപ്പം അപ്പൊ നിങ്ങളുടെയൊക്കെ ഓണാഘോഷവും സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞാണോ അല്ലേ? അപ്പൊ ഞാനും സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു കഴിഞ്ഞ് വിശന്നിട്ടാണോ നല്ലതായതുകൊണ്ടാണോ എന്തായാലും വില കാര്യമായിട്ടുണ്ട്. ഇനി പഴം, പപ്പടം, പായസം കുടിക്കാൻ വേണ്ടി പോവാണ്. ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരാരൊക്കെ ഉണ്ട്? ചെറുപയർ പരിപ്പ് പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം അതെല്ലാം കൂടി നമുക്ക് കഴിക്കാം. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ച് ഗംഭീരായി. അങ്ങനെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഓണം അടിപൊളിയായി. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ഓണപ്പൂക്കൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇവിടെ തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു.